എന്നും വീഡിയോസ് എടുക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഒരുപാട് സങ്കടത്തോടു കൂടിയാട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തതും എഡിറ്റ് ചെയ്യുന്നതും. കാരണം പ്രവാസം ജീവിതം എന്ന് പറയുന്നത് വലിയ സുഖമല്ലല്ലോ. 2 മാസം പെട്ടെന്ന് പോയിട്ടോ. ലീവ് കഴിഞ്ഞ് ചേട്ടയെ തിരിച്ചു പോവാണ്. പിറ്റത്തെ ദിവസം 2 ദിവസത്തെയും കൂടി വീഡിയോ ഒരുമിച്ചാണ് ഞാൻ എടുക്കുന്നത്. പ്രവാസികളായ ഭാര്യ ഭർത്താക്കന്മാർക്ക് അറിയാമല്ലോ, ഭർത്താവൊക്കെ തിരിച്ചു പോകുമ്പോൾ എത്രമാത്രം സങ്കടത്തിലൂടെയാണ് പോകുന്നവർക്കും. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഉള്ള സങ്കടമല്ലേ. കുഞ്ഞുങ്ങളുള്ള കാരണവന്മാരാണെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. ഒന്ന് നെഞ്ചു പിടയോ അല്ലേ. അപ്പന്മാരൊക്കെ തിരിച്ച് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ചങ്കു പിടഞ്ഞല്ലേ. ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വേദനയാട്ടോ. കുഞ്ഞിൻ്റെ കളികളും ചിരികളും ഒന്നും ഇപ്പോൾ അപ്പന് കാണാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയി. വന്നപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഉള്ളൊരവസ്ഥ ഭയങ്കരമല്ലേ. തലേന്ന് ചേട്ടാ ഇനി മുടി വെട്ടാൻ പോകണമെന്ന് പറഞ്ഞു. ഷേവ് ഒക്കെ ചെയ്തെല്ലാം ക്ലീൻ ആവണം, പിറ്റേ ദിവസം പോകണ്ടേ. അപ്പം വേറെ എവിടെയും പ്രത്യേകിച്ച് ഞങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇന്നും കൂടി അല്ലേ ഉള്ളൂ അപ്പൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂ എന്നും പറഞ്ഞ് ഞാനും പിള്ളേരൂടെയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഉണ്ടായിരുന്ന 2 മാസം സന്തോഷത്തോടെ എവിടെ പോയാലും ഒരുമിച്ചായിരുന്നു കേട്ടോ. പെട്ടെന്ന് പോകുമ്പോൾ വീണ്ടും ഒറ്റപ്പെടൽ അനുഭവിക്കുമല്ലേ. നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പനെ അവിടെ ഇരുന്ന് അതും ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പന് കൂട്ടായിട്ട് വന്നിരുന്നതാണ്. പാക്കിങ് മാക്സിമം ഞങ്ങൾ തലേ ദിവസത്തേന് മാറ്റി വെച്ചു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഈ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര ഒരു ഭാരമാണ്. അതും അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പെട്ടി പാക്ക് ചെയ്തു. പിറ്റേ ദിവസം രാവിലെയാണ് ഫ്ലൈറ്റ്. രാവിലത്തെ വീഡിയോ ആണേ. ഒത്തിരി നീണ്ട വീഡിയോകളൊന്നുമില്ല, ചെറിയൊരു ഷോട്ടാണ്. രാവിലെ കൊണ്ടുവിടാൻ ഞങ്ങൾ ആരും പോണില്ല, അനിയനും കൂട്ടുകാരനും മാത്രമേ പോകണുള്ളൂ കേട്ടോ. കാരണം വിട്ട് കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് ഫീലിങ്സ് ആണ്. മക്കളൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ചില മക്കളൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് കരയും. ഇത് ഉറക്കത്തിൽ കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കുവാണേ. അപ്പായി പോവാട്ടോ എന്ന് പറയുന്നുണ്ട്. നല്ല ഉറക്കപ്പിച്ചാണ്. എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ എന്താവും എന്നറിയില്ല. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട്. ഭയങ്കര സങ്കടം. ചങ്കു പിടയുന്നത് നമുക്ക് അറിയാമല്ലോ അല്ലേ. ഞാൻ പ്രവാസി ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. മക്കളെ വിട്ടിട്ട് ദൂരദേശത്തേക്ക് പോകുന്ന ഓരോ അപ്പനും അമ്മയ്ക്കൊക്കെ എത്രമാത്രം ചങ്കു പിടയുന്നുണ്ടെന്നല്ലേ. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എൻ്റെ ചങ്ക് നന്നായിട്ട് പിടയുന്നുണ്ട് കേട്ടോ. ആ ഒരവസ്ഥ അനുഭവിക്കുന്നവർക്കല്ലേ മനസ്സിലാവും. അങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങുകയാണ്. 2 മാസം പെട്ടെന്ന് പോയിട്ടോ. ജോലി സ്ഥലത്ത് എന്നാൽ ഇങ്ങ് നീങ്ങുകയില്ല അല്ലേ. ദിവസങ്ങൾ ഒട്ടും പോവില്ല അല്ലേ. എല്ലായിടത്തും അത് തന്നെയാട്ടോ. അങ്ങനെ വണ്ടി വന്നു. വണ്ടി മുറ്റത്തേക്ക് വരുമ്പോൾ ചങ്കിലൊരു വലിയ ഭാരം എടുത്ത് വെക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം യാത്ര പറഞ്ഞ് പോവാണ്. ഇനിയുള്ള നീണ്ട ഒരു വർഷത്തിന് ശേഷം കാണാമെന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് കേട്ടോ. പിന്നെ ആർക്കും മിണ്ടാനും പറയാനും ഒന്നും നേരെയില്ല. എന്നാ ഇങ്ങനെയൊക്കെ അവസ്ഥ. അപ്പം പോയ പിന്നെ തൊട്ട് നമുക്ക് ഈ അവരുപയോഗിച്ച ഡ്രസ്സൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു സങ്കടമല്ലേ. ഞാനെല്ലാം റൂമിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. കാരണം നമുക്ക് കണ്ടു കഴിയുമ്പോഴത്തേനും ആകെ വിഷമാവും. മോള് അപ്പൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. അത് കാണുമ്പം നമുക്കൊരു വല്ലാത്തൊരവസ്ഥയല്ലേ. അവരുപയോഗിച്ച വസ്തുക്കൾ, അവരുപയോഗിച്ച ഡ്രസ്സ്, അവർ നടന്ന വഴികൾ, ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് നാളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. എന്താവുമെന്നറിയില്ല. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള സങ്കടമേ ഉള്ളൂ. ഇത്രയും ദിവസം കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഒരു വെളുപ്പിനപ്പം പോകുന്നു. ഒരു വെളുപ്പിനെയാണ് വന്നത്. ഉറക്കത്തിൽ നിന്നാണ് അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചതും. ഉറക്കത്തിൻ്റെ തന്നെ യാത്ര പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം പോകുന്നതും. എന്തായാലും പുള്ളി പോയി. എന്താ പറയുക, പോയി സെറ്റായി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ യാത്രയെല്ലാം ശുഭമായിരുന്നു. സങ്കടമുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രവാസികളുടെയും, എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ പ്രവാസികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്, എനിക്കറിയാം. അപ്പം അതിലൂടെ എൻ്റെ സങ്കടം കൂടി അറിയിക്കുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളും ഒന്നുമായിട്ട് ഞാൻ വരാഞ്ഞ കേട്ടോ. എന്തായാലും ലൈവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയാം. ഇപ്പം അതിനുള്ള ഒന്നൊരു സാഹചര്യത്തിലല്ല ഞാൻ. എന്തായാലും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. എൻ്റെ സന്തോഷം സങ്കടങ്ങളൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാറുണ്ട്. പഴയതുപോലെ വീഡിയോസൊക്കെ ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ.